സാബി അലൻസോ ടു റയൽ മാഡ്രിഡ് അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാരണം ലെവർകൂസൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ ഇടയിൽ സാബി അലൻസോ പറഞ്ഞു താൻ ഈ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവർകൂസനിൽ നിന്നും പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇനി എന്തായാലും റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ കാർലോ ആൻസലോട്ടിയുമായിട്ട് ഈ ഒരു സീസണിൽ കൈ കൊടുത്ത് പിരിയും എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. സോ ഒരു ഉത്തരമേ ബാക്കിയുള്ളൂ, സാബി അലൻസോ ടു റയൽ മാഡ്രിഡ് എന്നായിരിക്കും എന്നുള്ളത്. അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഇനി റയൽ മാഡ്രിഡ് പയ്യെ പുറത്ത് വിടുമായിരിക്കും. ഫെബ്രിസിയോ റൊമാനിയോ അടക്കം കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി സാബി അലൻസോ റയൽ മാഡ്രിഡിലോട്ടായിരിക്കും എന്നുള്ളത്. എന്തിന് റയൽ മാഡ്രിഡ് സാബി അലൻസോയെ എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബയൺ ലെവർകൂസനിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ. കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന് കുറച്ച് മോശം സീസൺ ആയിരുന്നു. പക്ഷേ അതിൻ്റെ മുമ്പത്തെ സീസൺ 30 വർഷങ്ങൾക്ക് ശേഷം ബയൺ ലെവർകൂസനെ പോലത്തെ ഒരു ടീമിനെ, റെലഗേഷൻ സോണിൽ നിന്ന ബയൺ ലെവർകൂസനെ പോലത്തെ ഒരു ടീമിനെ ബൂണ്ടസ്ലീഗ ചാമ്പ്യൻസ് ആക്കി സാബി അലൻസോ. അതുകൂടാണ്ട് DFB പോക്കലിലും ചാമ്പ്യൻസ് ആക്കിയിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷമാണത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്ടിക്സ് ആ ഒരു ഗ്രൗണ്ടിൽ ബയൺ ലെവർകൂസനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാമായിരുന്നു. പിന്നെ ഹോസെ മൊറീനിയോ പറഞ്ഞിട്ടുണ്ട് ഒരു കോച്ചാവാനുള്ള എല്ലാ ലൈഫ് എക്സ്പീരിയൻസും സാബി അലൻസോക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു കോച്ചാണ്. അദ്ദേഹം ഹോസെ മൊറീനിയോയുടെ അണ്ടറിൽ റയൽ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ട്. കാർലോ ആൻസലോട്ടിയുടെ അണ്ടറിൽ റയൽ മാഡ്രിഡ് കളിച്ചിട്ടുണ്ട്. പെപ് ഗാർഡിയോയുടെ അണ്ടറിൽ ബയൺ മ്യൂണിക്കിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലെജൻഡറി ആയിട്ടുള്ള കുറേ കോച്ചസിൻ്റെ അണ്ടറിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ടാക്ടിക്സ് പുറത്തെടുക്കുക എന്നുള്ളത് സാബി അലൻസോക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അത് ബയൺ ലെവർകൂസനിൽ സാബി അലൻസോ തെളിയിച്ചും കഴിഞ്ഞു. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും റയൽ മാഡ്രിഡിൽ സാബി അലൻസോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്ടിക്സ് കൊണ്ടുവരിക എന്നുള്ളത്. കാർലോ ആൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2015 നിന്നും റയൽ മാഡ്രിഡിൽ നിന്നും പോയതിനു ശേഷം എവർട്ടൺ, നെപ്പോളി, ബയൺ മ്യൂണിക്ക് ഈ ഒരു 3 ടീമിനെ കോച്ച് ചെയ്തതിനു ശേഷം വീണ്ടും റയൽ മാഡ്രിഡിലോട്ട് തന്നെ തിരിച്ചു വന്നു. റയൽ മാഡ്രിഡിലോട്ട് തിരിച്ചു വരവിൽ അദ്ദേഹം 2 ലാലിഗയും 2 യുവേഫ ചാമ്പ്യൻസ് ലീഗും മേജർ ട്രോഫികളായിട്ട് നേടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സീസണിലെ ലാലിഗ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. അതിന് ചെറിയൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 ലാലിഗയും 2 ചാമ്പ്യൻസ് ലീഗും കൊണ്ടായിരിക്കും കാർലോ ആൻസലോട്ടി പുറത്തു പോവുക. ലെജൻഡറി ആയിട്ടുള്ളൊരു കോച്ചാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കാർലോ ആൻസലോട്ടി എന്ന് പറയുന്നത്. പുറത്ത് വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് അദ്ദേഹത്തെ എന്തായാലും നല്ലൊരു ഫെയർവെല്ല് കൊടുത്ത് പറഞ്ഞു വിടും എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ. സോ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കാർലോ ആൻസലോട്ടിയുടെ ഒരു ഫെയർവെൽ എന്നുള്ളതും. സാബി അലൻസോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സാബി അലൻസോ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഏതൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവരും, ഏതൊക്കെ കറൻറ്റ് ആക്റ്റീവായിട്ടുള്ള റയൽ മാഡ്രിഡിലുള്ള പ്ലേയേഴ്സിനെ ആരൊക്കെ പുറത്ത് പോകേണ്ടി വരും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ താങ്ക് യു സോ മച്ച്.